തീർത്ഥാടന ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കതിരൂർ പഞ്ചായത്തിലെ സൂര്യനാരായണ ക്ഷേത്രത്തെ ലോകഭൂപടത്തിൽ എത്തിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡിൽ ഉൾപ്പെടുത്തിയ കതിരൂർ ഗ്രാമപഞ്ചായത്തിനായി അനുവദിച്ച 8 റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചുമർ ചിത്ര പദ്ധതി കതിരൂർ സൂര്യക്ഷേത്രത്തിന് സ്വന്തമാണ്. 40 പാനലുകളായി 2400 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന ചുമർ ചിത്രം ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കണം. കളരി അക്കാദമി യാഥാർത്ഥ്യമാകുമ്പോൾ കതിരൂരിലെ ആയുർവേദ ചികിത്സാ സെന്ററും അനുബന്ധ മേഖലകളും വളരും. പൊന്നിത്തങ്കമാണ് കതിരൂർ പഞ്ചായത്തിനെ ദേശീയ ശ്രദ്ധയാകർഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവനാപൂർണമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പഞ്ചായത്താണ്. അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച് ദേശീയ തലത്തിൽ തന്നെ നിരവധി സെമിനാറുകളിലേക്ക് സംസാരിക്കാൻ ഇവിടെ ക്ഷണിക്കപ്പെട്ട ഒരു പ്രതിനിധി കൂടിയാണ് നിങ്ങളുടെ പ്രസിഡന്റ്. സാധാരണ ദേശീയ തലത്തിൽ സെമിനാറിൽ പങ്കെടുക്കാൻ അപൂർവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മാത്രമേ ക്ഷണിക്കൂ. കശ്മീർ മുതൽ ഇന്ന് കേരളം വരെ പരന്നു കിടക്കുന്ന ഇന്ത്യയിൽ പല ഭാഗത്തുള്ള ഗ്രാമീണ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സെമിനാറുകൾക്കകത്ത്, കോൺക്ലേവുകൾക്കകത്ത് ക്ഷണം ലഭിച്ച് പങ്കെടുത്തത് ഇവിടുത്തെ പ്രസിഡന്റാണ്. അത് സനൽ എന്ന വ്യക്തിയല്ല, മറിച്ച് കതിരൂരിൻ്റെ പ്രസിഡന്റാണ്. ഇപ്പം കതിരൂരിൻ്റെ പ്രസിഡന്റും കതിരൂർ പഞ്ചായത്തും കേരളത്തിലെ ജനങ്ങൾക്ക് പരിചിതമായ ഒരു പഞ്ചായത്താണ്. നിരവധി വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം ശ്രദ്ധേയമായ പല കാര്യങ്ങൾക്കും നിങ്ങൾ നേതൃത്വം കൊടുത്തു. ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിനാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ഇവിടെ കതിരൂരിൻ്റെ സാധ്യതകൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡിൽ ഉൾപ്പെടുത്തി കതിരൂർ ഗ്രാമപഞ്ചായത്തിനായി അനുവദിച്ച 8 റോഡുകളുടെ പ്രവൃത്തി, ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം എന്നിവയും സ്പീക്കർ നിർവഹിച്ചു. GIS മാപ്പിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ജീവനക്കാർക്കുള്ള ഉപഹാരം സ്പീക്കർ കൈമാറി. ഗ്രാമപഞ്ചായത്തിന്റെ ഡോക്യുമെന്റേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജിത്തു കോളയാട്, ഷാനി സത്യൻ എന്നിവർക്കും പഞ്ചായത്തിന്റെ വികസന സദസ്സ് വിജയിപ്പിക്കാൻ നേതൃത്വം നൽകിയ കുടുംബശ്രീ CDS ജനകീയ ഹോട്ടൽ ജീവനക്കാർക്കും വികസന സദസ്സിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ രജിസ്ട്രേഷന് നേതൃത്വം നൽകിയ KP സജീന്ദ്രൻ, KP തസ്നി, KP വർണ്ണ, വൈഷ്ണവ്, ആതിര ഗോപൻ എന്നിവർക്കും സ്പീക്കർ ഉപഹാരം കൈമാറി. കതിരൊളി എന്ന പേരിൽ 5 ദിവസത്തോളം ഉത്സവ പ്രതീതിയിലാണ് സദസ്സ് നടന്നത്. വികസന നേട്ടങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി AN മഞ്ജുഷ അവതരിപ്പിച്ചു. വികസന സദസ്സ് സംബന്ധിച്ച് സംസ്ഥാനതല റിപ്പോർട്ട് ജില്ലാ റിസോഴ്സ് പേഴ്സൺ KP സജീന്ദ്രൻ അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കോർത്തിണക്കിയ വീഡിയോ പ്രദർശിപ്പിക്കുകയും പ്രോഗ്രസ് റിപ്പോർട്ട് വിതരണം ചെയ്യുകയും ചെയ്തു. തുടർന്ന് പഞ്ചായത്തിന്റെ ഭാവി വികസനത്തിന് ആവശ്യമായ ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ അവതരിപ്പിച്ചു. വിവിധ മേഖലകളിലെ ജനവിഭാഗങ്ങളുടെ പ്രത്യേക സംഗമങ്ങളും സെമിനാറുകളും സംഘടിപ്പിച്ചാണ് വികസന സദസ്സ് പൂർത്തിയായത്. വയോജന സംഗമം, തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികളുടെയും ഗുണഭോക്താക്കളുടെയും സംഗമം, കർഷക സംഗമം, ദൃശ്യമാധ്യമ രംഗത്തെ പ്രവർത്തകർക്കുള്ള ആദരവ്, ഭിന്നശേഷി പാലിയേറ്റീവ് സംഗമം, കായിക സംഗമം, ബാലസഭ ക്യാമ്പ്, സഹകരണ സെമിനാർ, ജോബ് ഫെയർ, കുടുംബശ്രീ കലാമേള, അങ്കണവാടി കലോത്സവം, K-ഷീൽഡ് എന്ന പേരിൽ നടപ്പിലാക്കി വരുന്ന ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസ്, ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കൽ, ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനം, സംസ്ഥാന ചിത്രകലാ ക്യാമ്പ്, കതിരൂർ വികസന കോൺക്ലേവ് എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില P രാജ്, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TT റംല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KP റംസീന, PK സാവിത്രി, അസിസ്റ്റന്റ് സെക്രട്ടറി M സുഗതൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ KV പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു.